അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുതിയ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് രോഹിത് പവാർ. അജിത് പവാറിന്റെ അനന്തരമാണ്. നമുക്കറിയാം, വിമാനാപകടത്തിൽ മരിച്ച പശ്ചാത്തലം ഉണ്ടാകുന്നു അജിത് പവാർ. ഇതിൽ നിരവധി ആരോപണം, അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അത്തരത്തിൽ സംശയമായി രംഗത്ത് വന്നിരുന്നു. വിമാനത്തെ ഒരു പറക്കുന്ന ബോംബാക്കി മാറ്റി എന്നാണ് ഒരാരോപണം. എന്തുകൊണ്ടാണ് വിമാനത്തിൽ ഷെഡ്യൂൾ മാറ്റിയത് എന്ന് അനന്തരവൻ രോഹിത് പവാർ ചോദിച്ചിരുന്നു. പൈലറ്റ് മദ്യപിച്ചിരുന്നു എന്ന ചോദ്യം വളരെ പ്രധാനമായി ഉന്നയിക്കുന്നു. ട്രാൻസ്പോണ്ടർ 1 മിനിറ്റ് മുൻപ് മാത്രം ഓഫ് ചെയ്തത് വളരെ പ്രധാന ഒരു വിഷയമായി മാറുന്നു. നിർബന്ധിത ലാൻഡിങ്ങിന് തെളിവുകൾ കൈവശമുണ്ട് എന്ന് രോഹിത് പവാർ പറഞ്ഞു വെക്കുന്ന ആരോപണങ്ങൾ, ഇത്തരത്തിൽ ഗുരുതരമായ നിരവധി ആരോപണങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രോഹിത് പവാർ പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ ജനുവരി 28-നാണ് ചാർട്ടേഡ് വിമാനത്തിൽ സ്വന്തം മണ്ഡലമായ ബരാമതിയിലേക്ക് യാത്ര ചെയ്തതിനിടയിൽ വിമാനം തകർന്ന് അജിത് പവാർ മരിച്ചത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഫ്ലൈറ്റ് ക്രൂവും ഉൾപ്പെടെ മറ്റ് 4 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്ന പശ്ചാത്തലമാണ്. സുവി വിശ്വനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. സുവി, ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ചില പാർട്ടി വൃത്തങ്ങളെങ്കിലും ഉന്നയിച്ച ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അന്വേഷണം വേണമെന്നും മറ്റും ആവശ്യപ്പെട്ടു. പക്ഷേ കുടുംബവും പാർട്ടിയും പൂർണ്ണമായും ആ സംശയങ്ങൾ ഇല്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്ന സാഹചര്യം നമുക്കറിയാം. ഇപ്പോൾ എന്താണ് രോഹിത് പവാർ ഉന്നയിക്കുന്ന ആരോപണം? എന്ത് തെളിവാണ് തന്റെ കൈവശമുണ്ടെന്ന് രോഹിത് പറയുന്നത്? രഞ്ജിത്ത്, മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP മേധാവിയുമായ അജിത് പവാറിന്റെ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അനന്തിരവനും NCP MLAയുമായ രോഹിത് പവാറാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നിരവധി സംശയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ട്. ഈ പൈലറ്റിന് മേൽ സമ്മർദ്ദം ചെലുത്തിയത് എന്തുകൊണ്ടാണ്? നിർബന്ധിത ലാൻഡിങ്ങിന് പൈലറ്റിനെ നിർബന്ധിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ പൈലറ്റിനെ നിർബന്ധിത ലാൻഡിങ്ങിന് നിർബന്ധിച്ചതിന് തെളിവുകൾ തൻ്റെ കൈവശമുണ്ട്. പൈലറ്റ് മദ്യപിച്ചിരുന്നു ഈ വിമാനം പറത്തുന്ന സമയത്ത്. പൈലറ്റിൻ്റെ ആൽക്കഹോൾ ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നുവെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുകയാണ്. ആൽക്കഹോൾ ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. വിമാനത്തിൽ കൂടുതൽ ഇന്ധനം നിറച്ചിരുന്നു. എന്തിനാണ് ഇത്തരത്തിൽ വിമാനത്തിൽ കൂടുതൽ ഇന്ധനം നിറച്ചിരുന്നത്? ഒരു പറക്കുന്ന ബോംബായി വിമാനത്തെ മാറ്റി എന്നൊരു ആരോപണമാണ് രോഹിത് പവാർ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അപകടം നടന്ന റൺവേ 29 ഏറ്റവും സുരക്ഷിതമായിരുന്നു. പക്ഷേ പൈലറ്റ് നിർബന്ധം പിടിച്ചു. റൺവേ 11ലേക്ക് മാറ്റാൻ പൈലറ്റ് നിർബന്ധം പിടിച്ചു. അതെന്തിനായിരുന്നു? പൈലറ്റിനെ അവസാന നിമിഷം മാറ്റിയത് എന്തിനായിരുന്നു? തുടങ്ങിയ സംശയങ്ങളാണ് രോഹിത് പവാർ ഉന്നയിക്കുന്നത്. അദ്ദേഹം ഇതിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് വെച്ചാൽ, ജനുവരി 28-നാണ് അജിത് പവാറിന്റെ മരണം സംഭവിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ അപകടം സംഭവിക്കുന്നത് ജനുവരി 27-ന് മുംബൈയിൽ നിന്ന് അജിത് പവാർ പൂനെയിലേക്ക് പോകേണ്ടതായിരുന്നു. ഒരു പ്രധാന വ്യക്തിത്വം വരാൻ വൈകിയതുകൊണ്ട് അന്നത്തെ യാത്ര മുടങ്ങി. അതിനുശേഷമാണ് 28-ലേക്ക് യാത്ര പോയത്. ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്ന സംശയവും അദ്ദേഹം ഉന്നയിക്കുകയാണ്. ജനുവരി 28-നാണ് ബാരാമതിയിലെ തൻ്റെ മണ്ഡലത്തിലേക്ക് പോകുന്നതിനിടെയാണ് അജിത് പവാർ വിമാനാപകടത്തിൽ മരിക്കുന്നത്. അതിൽ 4 ക്രൂ ഉൾപ്പെടെ 4 പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. ഈ സംഭവം ആദ്യഘട്ടത്തിൽ കുടുംബം പറഞ്ഞത് അതിൽ അട്ടിമറി ഇല്ല എന്നായിരുന്നു. പക്ഷേ ഇതിൽ ഇത്രയും കാരണങ്ങൾ വരുന്ന ഒരു പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ഒരു അട്ടിമറി ഉണ്ടായിട്ടുണ്ട് എന്നൊരു സംശയമുണ്ട് എന്നാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. പ്രത്യേകമായ ഒരു അന്വേഷണം വേണം. ആ അന്വേഷണം പ്രധാനമായും എടുത്തു പറയുകയാണെങ്കിൽ AAIB UKയുടെ BEA NTSB ഇവയിൽ ഏതെങ്കിലും ഒന്ന് അന്വേഷണം പുറമെ നടത്തണം എന്നൊരാവശ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ, ആ വിവരങ്ങൾ കൃത്യമായി കുടുംബത്തെ അറിയിക്കണമെന്നും രോഹിത് പവാർ പറയുന്നുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് ഈ അജിത് പവാറിന്റെ മരണം വീണ്ടും വിവാദമാക്കുകയാണ് രോഹിത് പവാർ. അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. അട്ടിമറിയാണ് സംഭവിച്ചത് എന്നും വിമാനത്തെ പറക്കുന്ന ബോംബാക്കി മാറ്റിയത് ആരാണ് എന്ന ചോദ്യവും രോഹിത് പവാർ ഉന്നയിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.